ഹലോ മുത്തുമണി, നമുക്ക് ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ട് കമ്മലുണ്ടാക്കിയാലോ? നല്ല സിമ്പിളായിട്ടുള്ള കമ്മലുണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ ഇഷ്ടമുള്ള കളർ ഗ്ലിറ്റർ ട്യൂബ് എടുക്കുക. അതിൻ്റെ കൂടെ വേണ്ടത് ഈ ഒരു ഇയറിംഗ് ഹൂക്കാണ്. അപ്പോൾ 2 കമ്മൽ വേണ്ടേ നമുക്ക്. 2 കമ്മലിന് വേണ്ടിയിട്ട് 2 ഇയറിംഗ് ഹൂക്ക്, ഇതിന് കൂടെ കോപ്പർ വയർ വേണം. അപ്പോൾ കുറച്ച് ലെങ്ത്തിൽ കോപ്പർ വയർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ 2 കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതേപോലെ 2 കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു വലിപ്പത്തിലുള്ള 2 കഷ്ണങ്ങളാക്കിയിട്ടാണ് കട്ട് ചെയ്തത്. ഇതിൻ്റെ കൂടെ ഇനി വേണ്ടത് കോപ്പർ വയറാണ്. കോപ്പർ വയർ 2 മടക്കാക്കിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒറ്റയായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കമ്മലിനൊരു കട്ടി ബലം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കേട്ടോ 2 മടക്കാക്കിയിട്ട് യൂസ് ചെയ്തത്. അപ്പോൾ മടക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ആവശ്യത്തിന് എന്താ പറയുക, ഗ്ലിറ്റർ ട്യൂബിൻ്റെ അളവിനേക്കാളും കുറച്ച് വലുതായിരിക്കണം കോപ്പർ വയർ കട്ട് ചെയ്യേണ്ടത് കേട്ടോ. ശ്രദ്ധിക്കണം. അതിന് ശേഷം ഗ്ലിറ്റർ ട്യൂബിൻ്റെ ഉള്ളിലൂടെ കോർത്തതിന് ശേഷം ഇതേപോലെ ഫോൾഡ് ചെയ്യാം. എന്നിട്ട് അവിടെ ചെറിയൊരു ഹൂക്ക് പോലെ വെക്കുക കേട്ടോ. ഇതേപോലെ ഒരു ഹൂക്ക് പോലെ വെച്ചിട്ട് ബാലൻസ് വരുന്ന ഭാഗം ചുറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ ഇതിനെക്കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ കൈ കൊണ്ട് ചെയ്താലും മതി കേട്ടോ. കുറച്ച് നീറ്റായിട്ട് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ചെയ്തതിന് ശേഷം അടുത്ത വർക്കും അടുത്ത കമ്മലും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അടുത്ത കമ്മലല്ല, അടുത്ത ഗ്ലിറ്റർ ട്യൂബ് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. വളരെ വേഗത്തിൽ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. വളരെ വേഗത്തിൽ ചെയ്തെടുക്കുന്നില്ല, സംഭവം സ്പീഡിൽ പോകുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം കോപ്പർ വയർ മടക്കി വെച്ചതിന് ശേഷം ഗ്ലിറ്റർ ട്യൂബിലൂടെ കോർത്തെടുക്കുക. ഫോൾഡ് ചെയ്യാം. ഒരു മഴത്തുള്ളിയുടെ ഷേപ്പിലാക്കുക. റൊട്ടേറ്റ് ചെയ്യുക. ഇതേപോലെ പിരിച്ചെടുത്തതിന് ശേഷം ഒരു ഹൂക്ക് പോലെ വെക്കുക. എന്നിട്ട് ബാലൻസ് വരുന്ന ഭാഗം താഴെ ചുറ്റി വെക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളെ കമ്മലിൻ്റെ ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏകദേശം 1/4 ഭാഗം കഴിഞ്ഞ്. ഇനി ഇതിൻ്റെ ഇയറിംഗ് ഹൂക്ക് കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സിമ്പിളായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കമ്മൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇയറിംഗ് ഹൂക്ക് എടുക്കുക. ഇതിൻ്റെ മേലെ കോർത്ത് വെക്കാം. ലോക്ക് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. അതേപോലെ രണ്ടാമത്തേതിലും ഇയറിംഗ് ഹൂക്ക് എടുക്കുക, കോർത്ത് വെക്കുക, ലോക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളല്ലേ? വർക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ടാറ്റാ ബൈ.